चांद से बढ़ गए मेरे प्यारे जबी, चांद से बढ़ गए मेरे प्यारे जबी, मेरे प्यारे नबी, मेरे प्यारे नबी, तुमसे कोई नहीं सैयदुल अंबिया खातमुल मुरसलीन, सैयदुल अंबिया खातमुल मुरसलीन, सैयदुल अंबिया खातमुल मुरसलीन, सैयदुल अंबिया खातमुल मुरसलीन। إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന് കനിഞ്ഞേകിയ, അല്ലെങ്കിൽ നമ്മുടെ നാടില് ഏറ്റവും വലിയ സൗഭാഗ്യമായ, അല്ലെങ്കിൽ നാം ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വിവിധമായ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പകർന്ന മുസ്ലിം സമുദായങ്ങൾക്ക് മാത്രമല്ല, മതമുള്ളവനിക്കും മതമില്ലാത്തവനിക്കും എല്ലാവർക്കും ഒരുപോലെ ആശാകേന്ദ്രമായി മാറിയ ബഹുവന്യരായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീനുൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിൽ നമ്മുടെ നാടായ ജയനഗര നാട്ടിൽ വെച്ച്, അള്ളാഹുവിന്റെ ഭവനമാകുന്ന പള്ളിയിൽ വെച്ച് എല്ലാ മാസവും നടത്തിക്കൊണ്ടിരിക്കുന്ന, എല്ലാ മാസവും നടത്തിവരുന്ന പരിശുദ്ധമായ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ മൗലിദ് മജ്ലിസ് സംഘടിപ്പിക്കാറുണ്ട്. ബഹുവന്യരായ അൻസാരിയ ഖത്തീബ് അബ്ദുള്ള ഹാമിദ് ഇമ്മമി സഖാഫി വേദിയിലേക്ക് വന്നു. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ഏത് നിലക്കായാലും, ഏതു നിലക്കുള്ള പ്രശ്നങ്ങളായാലും പ്രയാസങ്ങളായാലും മഹാനായ ഖാജ തങ്ങളുടെ പേരിൽ നാം മാസം തോറും നടത്തിവരാനുള്ള മൗലിദിന്റെ മജ്ലിസില് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് എല്ലാം പരിഹാരമാവുകയും അമുസ്ലിമീങ്ങളടക്കം അതിലേക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ആ മജ്ലിസിലേക്ക് മധുര പലഹാരങ്ങൾ നേർച്ചയാക്കിയപ്പോൾ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം നൽകിയതും, ഡോക്ടർമാർ ഓപ്പറേഷൻ വിധിച്ച ചില രോഗങ്ങൾക്ക് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഈ മജ്ലിസിലേക്ക് നേർച്ച ചെയ്തപ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖാജ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അതിപരിപൂർണമായി ശിഫ നൽകുകയും എത്രത്തോളം ഒരുപാട് ഉമ്മമാർ, ഒരുപാട് നേതാക്കൾ മറ്റുള്ളവരുമായി സഹകരിക്കുകയും അത് മുഖേന നമ്മുടെ മജ്ലിസിലേക്ക്, പരിശുദ്ധമാക്കപ്പെട്ട മജ്ലിസിലേക്ക് നേർച്ച നൽകിയപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ശമനമുണ്ടാവുകയും ചെയ്ത വലിയൊരു മജ്ലിസാണ് നാം മാസം തോറും നടത്തി വരാറുള്ളത്. ആ മജ്ലിസിലേക്ക് വേണ്ടി നേർച്ചകളും സംഭാവനകളും നൽകുന്ന മുഅ്മിനീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളും ഉണ്ട്. അല്ലാഹു തആല അതൊക്കെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അതിന്റെ വാർഷികം എന്നോളമാണ് ഇന്നത്തെ ഈ മജ്ലിസ് നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2 ദിവസത്തെ, ഒരു ദിവസത്തെ മതപ്രഭാഷണവും ഇന്ന് സുബൈർ മാഷർ തോട്ടിക്കൽ സംഘവും നടത്തപ്പെടുന്ന കഥാപ്രസംഗത്തിന്റെയും വേദിയാണ് ഇന്ന് ഒരുങ്ങിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവർ ചെയ്യുന്ന സേവനങ്ങളൊക്കെ രാത്രി എന്നില്ല, പകലെന്നില്ല. അവര് ചെറുപ്പക്കാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഇതിനു പുറമെ അവരുടെ ചിന്ത ഇനിയുള്ള 10-12 ദിവസങ്ങളിൽ മൊഗർപ്പണയുമായി ഉറൂസ് ബന്ധപ്പെട്ട ആ പരിപാടി ഇനി അതിലേക്കും പോകണം എന്നുള്ള ആവേശമല്ലാതെ ആ ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾക്കും ഒട്ടും അവർക്ക് ആവേശം ചോരാതെ തന്നെ അവർ ഇവിടെ രാത്രി എന്നില്ല, പകലെന്നില്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ ഫലമാണ് അൽഹംദുലില്ലാ ഇന്ന് കാണുന്ന ഈ വേദി നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞത്. ഇതിന് പുറമെ മറ്റുള്ളവർ സഹായിക്കുകയും അവരുടെ സമ്പത്ത് കൊണ്ടും ആഫിയത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും എന്തൊക്കെ സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞുവോ അതൊക്കെ അൽഹംദുലില്ലാ അവർ ചെയ്യുകയും അരിയായും തേങ്ങയായും മാംസങ്ങളായും ഒരുപാട് രൂപത്തിൽ ഈ സദസ്സിനെ, ഈ വേദിയെ സഹകരിച്ചവരുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ സാഫല്യമാക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ മജ്ലിസിലേക്ക് നമ്മുടെ നേതൃത്വങ്ങൾ, ഉമറാക്കൾ കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ദൂരെ നിൽക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും ആവശ്യം അനുസരിച്ച് ഇൻഷാ അല്ലാഹ് പുറത്തു പോയി നിൽക്കുകയും ആവശ്യത്തിനനുസരിച്ച് സഹകരിക്കുകയും ചെയ്യുക. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇവിടെ സദസ്സിൽ വന്നിരിക്കുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മജ്ലിസ് വെറും ഒരു കാണിക്ക മാത്രമല്ല. ആ മജ്ലിസിലേക്ക് സംഭാവനകളും നേർച്ചകളും നൽകിയാൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഞാൻ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർക്കും അനുഭവ സാഫല്യത്തിനു വേണ്ടിയും ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ചെറുപ്പക്കാർ രോഗികളായപ്പോൾ പോലും അവർ അൽഹംദുലില്ലാ ഈ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു തആല രോഗങ്ങൾ ശിഫ നൽകിയതിന്റെയും ഒരുപാട് കഥകൾ ഈ മജ്ലിസിന് പറയാനുണ്ട്. പറഞ്ഞു പോയാൽ നീളുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസിൽ എല്ലാവരും വരികയും അതിന്റെ ബറക്കത്തെടുക്കുകയും ചെയ്താൽ ജീവിതത്തിൽ മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുടെ മദദിലായി ജീവിക്കുകയും അവിടെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഈ മരിക്കുന്ന സമയത്ത് അല്ലാഹു തആല ആഖിബത്ത് നന്നാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ
ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മജ്ലിസ്, അത് വലിയതാവട്ടെ ചെറുതാവട്ടെ, ആ മജ്ലിസിൽ വന്നിരുന്നാൽ തന്നെ വലിയൊരു ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ഒരുപാട് ഉമറാക്കളും ഉസ്താദന്മാരുമുള്ള മജ്ലിസിൽ ഇതുപോലെ മാസം തോറും 12 മാസവും ഇവിടെ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ, നാട്ടിന്റെ വെളിച്ചമായ മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരുപാട് മജ്ലിസുകൾക്ക് അവിടെ മഹാനവരുടെ കയ്യിൽ സദഖകൾ ഏൽപ്പിക്കുകയും ഹദിയകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആ മഹാനവറുകളുടെ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോര എന്നുള്ള രൂപത്തിൽ, മദീനയിലെ ആ പരിശുദ്ധമാകപ്പെട്ട ചോര എന്നുള്ള രൂപത്തിൽ, ആ ചോരയുടെ ദുആഇന്റെ ഫലമായി അൽഹംദുലില്ലാ ഈ നാട്ടിലെ ഒരുപാട് ഉമ്മമാര് കഷ്ടപ്പെട്ട് ആ മജ്ലിസിലേക്ക് പത്തിരികളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യിപ്പിക്കുകയും ചെയ്യുകയും അവർക്ക് കഴിയുന്ന രൂപത്തിൽ എന്തൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന നല്ലൊരു ഐക്യത്തോടെയും മറ്റുള്ള കെട്ടുറപ്പോടെയും പോകുന്ന നല്ലൊരു നാടാണ് ജയനഗര നാട്. ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഭിന്നാഭിപ്രായമോ ഒരു മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാതെ നല്ല ഐക്യത്തോടെയും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും മറ്റു മതസ്ഥരോടും അതുപോലെ തന്നെ മതമുള്ളവരോടും മതമില്ലാത്തവനോടും ആരായാലും കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചത് അതനുസരിച്ച് ആ അത്തരത്തിലുള്ള രൂപത്തിൽ കൃത്യമായും നിഷ്ഠതയോടെയും നല്ല രൂപത്തിൽ ഐക്യത്തോടെയും സന്തോഷത്തോടെയും പോകുന്ന നല്ലൊരു ബറക്കത്തുള്ള നാടാണ് ജയനഗര നാട്. എന്തുകൊണ്ട്? മഹാനായ ഖാജ തങ്ങളുടെ പേരിൽ മാസം തോറും കഴിച്ചു വരാനുള്ള അജ്മീർ മൗലിദിന്റെ ആ ബറക്കത്ത് എന്നോളം ആ മഹാനവരുടെ മദതും തർബിയത്തും ഒക്കെ ഉള്ള നാടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ചെറിയൊരു ഉദാഹരണം പറയാം. എല്ലാ ചൊവ്വാഴ്ചവും കറണ്ട് പോവലുണ്ട്. അപ്പൊ നമുക്ക് വലിയ പേടിയായിരുന്നു പ്രവർത്തകർക്ക്. 2 ദിവസം മുന്നേ ചർച്ചയാക്കി എന്തായിരിക്കും ചൊവ്വാഴ്ച നമുക്ക് തേങ്ങ ചേർക്കാൻ പറ്റൂല, പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള രൂപത്തിൽ വലിയ ആശങ്കയായിരുന്നു. അൽഹംദുലില്ലാ ഇന്ന് കറണ്ട് പോയിട്ട് അപ്പോഴെല്ലാവരും വിഷമായി, സെക്രട്ടറി അടക്കം ബേജാറായി എന്താക്കും ഇന്ന്. തൊട്ട് സമയത്ത് കൊടുത്തപ്പോ അൽഹംദുലില്ലാ കറണ്ട് ഇതുവരെ പോയിട്ടില്ലതാണ് അല്ലേ, അൽഹംദുലില്ലാ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ഇത് നിസ്സാരമായിട്ട് കാണുന്ന കറണ്ട് വന്നെങ്കിൽ എന്താ കറണ്ട് ഒരു പേര് ഇടുന്നതല്ലേ, അപ്പൊ എല്ലാ ചൊവ്വാഴ്ച ഇടാൻ ഇന്നെന്താ പോവാത്ത, അതല്ല വിഷയം. അവിടെ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങൾ നമുക്ക് ലാഹിറായിട്ട് തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം. ചില ആൾ പറയും അതല്ല എന്തുള്ള, അതല്ല കറാമത്താ. കറാമത്ത് എന്നല്ല ഞാൻ പറഞ്ഞത്, അല്ല ഒന്നും അല്ല. അപ്പൊ ചൊവ്വാഴ്ചകളിൽ പോകുന്ന കറണ്ടും അതുപോലെ തന്നെ ഈ പ്രവർത്തകർ വിഷമായപ്പോൾ തന്നെ ഹാജാത്തങ്ങൾ അൽഹംദുലില്ലാ അതിന് സഹായിക്കുകയും ഇതിനൊക്കെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു നിലക്കും മറ്റുള്ളവർക്കോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഈ മജ്ലിസ് കൊണ്ട് ഇന്ന് വരെ ഒരു പ്രഭാഷണം കൊണ്ടോ ഒരു മനസ്സ് വിഷമമായ ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മുടെ മജ്ലിസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ഹൈന്ദവരായ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് ചോദിച്ചു നോക്ക്, ഇതിനൊക്കെ ഒത്താശകൾ ചെയ്തു തന്നത് ആ ഫ്രണ്ടിലുള്ള മണ്ഡപത്തിനടക്കം ഇതൊക്കെ എല്ലാവരും മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും നല്ല നാടില് എവിടെയാണ് ഐക്യം ഇല്ലായ്മ എന്ന് പറയുന്നതിന്റെ കാരണം? ഒരിക്കലും അവർ പൊട്ടന്മാരാണ്. നല്ല രൂപത്തിൽ തന്നെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുപാട് ലോകം ചുറ്റുന്ന സഞ്ചാരികളുണ്ട്. അവരൊക്കെ ഞാൻ മിഞ്ഞാതൊരു ഫേസ്ബുക്കിൽ കണ്ട് ഒരു മൊയിലാറ് തലക്കെട്ടും കമ്മീസൊക്കെ ഇട്ടിട്ട് UP-യിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും മൊത്തം ചുറ്റി വന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു, ചുരുക്കം ചില ആൾക്കാർക്ക്, എല്ലാവർക്കും അല്ല, UP-യിലടക്കം നമ്മൾ പറയും ചില പ്രശ്നങ്ങൾ, അവിടെ ഒന്നും ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ ഇല്ല എന്നാണ് പറയുന്നത്. വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ കേട്ടാ. അത്രത്തോളം സാഹോദര്യത്തിലും കഴിയുന്ന മതമാണ് ഇസ്ലാം. എവിടെയും ഒരു പ്രശ്നങ്ങൾക്കോ ഒരു പ്രയാസങ്ങൾക്കോ ഒരു നിലക്കും നമുക്ക് വിഷമം നേരിടേണ്ടി വന്നിട്ടില്ല ഈ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ.
അതുപോലെ തന്നെ ഈ നാടിൽ പ്രത്യേകിച്ചിട്ട് ഒരു നിലക്കും പ്രശ്നങ്ങളോ, എല്ലാവരും സൗഹാർദ്ദത്വതയാണ്. ഒരു വീട്ടിൽ ഈ പരിപാടിക്ക് തന്നെ ചീറിന് വന്നാൽ മറ്റുള്ള മതസ്ഥർക്കും എല്ലാവർക്കും വരുന്നവർക്കൊക്കെ ചേർന്ന് കൊടുക്കും. അവർ വരികയും അവർ ഹദിയ സ്വീകരിക്കുകയും ചെയ്യും. ഇതിലേക്ക്, ഈ മജ്ലിസിലേക്ക്, ഖാജാ തങ്ങളുടെ മജ്ലിസിലേക്ക് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് തന്നെ സഹായിക്കുകയും സഹകരിക്കുകയും, അമുസ്ലിമീങ്ങളിലടക്കം ഒരു സ്ത്രീയുടെ ഓപ്പറേഷൻ വരെ വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ അൽഹംദുലില്ലാ മധുര പലഹാരങ്ങൾ ഈ മജ്ലിസിലേക്ക് നേർന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു തആല ഐക്യത്തിലും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മജ്ലിസിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഈ മജ്ലിസിലേക്ക് തരുമ്പോ ഒരു നിലക്കും അല്ലാഹു തആല ഹായിബാക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല ഈ മജ്ലിസിനെ ഉത്തരോത്തരം ഉയർത്തിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ കൊണ്ടു നടക്കാൻ കമ്മിറ്റി ഭാരവാഹികൾക്കും ചെറുപ്പക്കാർക്കും നാട്ടുകാർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വളരെ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ വേദിയിൽ ഒരുപാട് ഉമറാക്കളും ആലിമീങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേന്ദ്ര ജമാഅത്തായ സീഫുഡ് ഇബ്രാഹിം ഹാജി പ്രസിഡന്റ് മൊഗർപ്പണ ഈ മജ്ലിസിലേക്ക് വരികയാണ്. അന്തു ശാന്തിനഗർ തുടങ്ങിയ നേതാക്കന്മാർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സ്വാഗത പ്രഭാഷണം നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഇതിനോട് സഹകരിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഒരുപാട് അമുസ്ലിമീങ്ങളുണ്ട്. എല്ലാവർക്കും ഈ മജ്ലിസിൽ വെച്ച് അവസാനം സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഈ മജ്ലിസിൽ ഒരുപാട് ചെറുപ്പക്കാർ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടേണ്ട ഒരുപാട് ചെറുപ്പക്കാർ, അതുപോലെ തന്നെ അവർ ഇന്ന് ഭക്ഷണത്തിന്റെ റൂമിലാണ്, അതുപോലെ തന്നെ ഭക്ഷണം കെട്ടാക്കുന്ന റൂമിലാണ്. അവർക്കൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ആയിപ്പോയല്ലോ എന്നുള്ളത്. പക്ഷെ അവരൊന്നും വിഷമിക്കേണ്ടതില്ല. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ സവാബ് അവർക്കും നൽകുമാറാവട്ടെ. ഈ മജ്ലിസിലേക്ക് വരേണ്ട മൊഗർപ്പടന്റെ ഉസ്താദന്മാർ, ബഹുമാന്യരായ സദർ മുഅല്ലിം കരീം സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ നാസർ സഖാഫി ഉസ്താദ്, യൂസുഫ് നിസാമി ഉസ്താദ്, സിദ്ദീഖ് സഅദി ഉസ്താദ്, ശാന്തിനഗർ ഉസ്താദ് സൈനി, റഷീദ് സൈനി ഉസ്താദ് തുടങ്ങിയ, ഹംസ സഖാഫി ഉസ്താദ് തുടങ്ങിയ ഉസ്താദന്മാരൊക്കെ മദ്രസ കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് എത്തും. അവർക്കൊക്കെ ഭാവത്തിൽ സ്വാഗതം നൽകുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം നിയന്ത്രിക്കുന്നത് മൊഗർപ്പണ ജമാഅത്ത് കമ്മിറ്റി അംഗം പ്രസിഡന്റ് സീഫുഡ് ഇബ്രാഹിം ഹാജി. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മകന്റെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞു. അല്ലാഹു തആല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമുഖമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അൻസാറുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഖത്തീബും അവിടുത്തെ എല്ലാമായ അബ്ദുൽ ഹാമിദ് ഇമമി സഖാഫി ഉസ്താദ് ഹാഫിൽ, അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അതുപോലെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ TM ഷഹീദ് സാഹിബ് അവറുകൾ തെക്കിൽ ഫൗണ്ടേഷന്റെ എല്ലാമാണ്. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. എല്ലാവിധ ബറക്കത്തും നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നൽകട്ടെ. പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും സുപരിചിതമാണ്. ഏത് പാവപ്പെട്ടവരായാലും എല്ലാ വിഷയങ്ങളും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ സിദ്ദീഖ് കോക്കോ ടൗൺ പഞ്ചായത്ത് മെമ്പർ,
അദ്ദേഹം നമ്മുടെ ഈ മജ്ലിസിലുണ്ട്. അതുപോലെ തന്നെ ഇക്ബാൽ എലിമല, മുസ്ലിം കൂട്ടായ്മയുടെ ചെയർമാനും കൂടിയാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് മൂസ പൈമ്പിച്ചാൽ നമുക്കൊക്കെ അറിയുന്നതാണ്. നമ്മുടെ മിസ്ബാഹിസ്ഥാന്റെ ജ്യേഷ്ഠനാണ്. നമ്മൾ പണ്ട് ഒരു പിരിസപ്പാടുണ്ട്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. പൈമ്പച്ചാൽ അമ്മ പണ്ടേ പോകുന്ന നാടാണ്. വലിയ ബർക്കത്തുള്ള നാടാണ്. ആള് കുറവാണെങ്കിലും വലിയൊരു ബർക്കത്ത് ജാസ് അടുക്കാൽ ബർക്കത്ത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ ഹമീദ് ഹാജി, അദ്ദേഹവും നമ്മുടെ മജ്ലിസിലുണ്ട്. എല്ലാവർക്കും, അതുപോലെ തന്നെ കേന്ദ്ര ജമാഅത്തിന്റെ മെമ്പർ അന്തു ശാന്തിനഗർ, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾ തുടർന്ന് വരുന്നതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് അഭാവത്തിൽ എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കാര്യമായി നമുക്ക് സ്വാഗതം പറയേണ്ടത്, ഇവിടെ ഒരുപാട് ആൾക്കാർ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ബാലകൃഷ്ണ ഭട്ട് ഒരു 50 തേങ്ങ നമ്മുടെ വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തിന്റെ കൃഷിയിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അതുപോലെ തന്നെ ശില്പ സുദേവ്, നമ്മുടെ പഞ്ചായത്ത് മെമ്പറാണ്. നമ്മളെ മണ്ഡപം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സഹായവും സഹകരണങ്ങളൊക്കെ ഉണ്ടാണ്. ഇതിന് മാത്രമല്ല, നമ്മുടെ എല്ലാ മജ്ലിസിനും ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. എല്ലാറ്റിനും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്വാഗതം അർഹിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ജുനാഥ് 25 തേങ്ങ, അദ്ദേഹത്തിന്റെ കൃഷിയിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. അതുപോലെ തന്നെ ബിജു അഗസ്റ്റിൽ അഗ്രികൾച്ചറിന്റെ 50 കിലോ അരി ഇവിടെ മജ്ലിസിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല കച്ചവടത്തിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ എന്ന് സ്വാഗതം അർഹിക്കുകയാണ്. അതുപോലെ തന്നെ സന്തോഷ് 50 കിലോ അരി ഈ മജ്ലിസിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ മജ്ലിസിലേക്ക് അരികളായും തേങ്ങകളായും അമുസ്ലിമീൻ സഹോദരന്മാരാണ് നമുക്ക് കൂടുതലായും തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ മുന്നേ അനുഭവിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടറി നമ്മളെ അസനാർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും ആൾക്കാരൊക്കെ നമ്മുടെ മജ്ലിസിലേക്ക് അടുക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടത് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ആ സെക്രട്ടറി ലാവെന്നില്ല പകലെന്നില്ല, സ്വന്തം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലേക്ക് പോന്നോ ഇല്ലേ എന്നുള്ള ഡൗട്ടാണ്. നേരെ ഇവിടെ വരികയും ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുകയും മറ്റുള്ള ഇതിന് പുറമെ ഇനിയും മൊഗർപ്പണ ഉറൂസുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും രാത്രി കുട്ടികൾ ചർച്ച ചെയ്യുകയും അവിടെയും പോകണം, സഹകരിക്കണം എന്നുള്ള ആവേശമല്ലാതെ ഒരിക്കലും അവർക്ക് ആവേശം ഒട്ടും തന്നെ ചോരാതെ രൂപത്തിലുള്ള പ്രയത്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ അവർ കർമ്മഭൂമിയിൽ ഇറങ്ങിയത്. അതുപോലെ തന്നെ അവർ മൊഗർപ്പണ ഉറൂസാകുമ്പോൾ എല്ലാ ദിവസവും പറയും അവിടെ ഉറൂസിന് സഹകരിക്കണമെന്ന്. അല്ലാഹു തആല ആ ഉറൂസും വൻ വിജയമാക്കി തരുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ ആ ഉറൂസിന് വേണ്ടി നാം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ലൈറ്റ് നമ്മളെ പ്രകൃതിന്റെ പകരാണ്. പ്രകൃതി എല്ലാ മാസവും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അവർ തരികയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂപ്പൺ അടിച്ച് 100 രൂപന്റെ കൂപ്പൺ അടിച്ചപ്പോൾ ആ കൂപ്പണുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ ഹുബ്ബുർ റസൂൽ മീഡിയ, ഈ മീഡിയക്കും 2 ദിവസമായി ഇവിടെ അധ്വാനിക്കുകയും അവർ നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുകയും നല്ല പോലെ തന്നെ അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്കും സ്വാഗതം അർഹിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസിന്റെ മേധാവികൾ ഇവിടെ വരികയും സഹായിക്കുകയും സഹകരിക്കുകയും അവർക്ക് ഒത്താശകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അവർക്കും സ്വാഗതം അർഹിക്കുകയാണ്. അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ട്സിന്റെ വകയാണ് നമ്മുടെ കുടിവെള്ളം. അവരൊക്കെ യൂത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും ഞങ്ങളെ അധ്വാനിക്കുന്ന ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ.
അത് എല്ലാ നിലക്കും അവർ വേറെ വേറെ പേരിട്ടിട്ട് അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാർ പ്രത്യേകിച്ചിട്ട് രാത്രി എന്നില്ല പകലെന്നില്ല അധ്വാനിച്ചവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. അതുപോലെ തന്നെ സ്വാഗത ചെയർമാൻ, സ്വാഗത കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ OSNന്റെയും ദഫ് കമ്മിറ്റിന്റെയും ഹിദായത്തുൽ ഇസ്ലാം കമ്മിറ്റിയുടെയും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു മിനിറ്റ്, അതിനു മുമ്പായി ആശംസ അറിയിക്കാൻ വേണ്ടി ബഹുമാന്യരായ ടീം ചെയ്തവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സമയം ലേറ്റായി. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ആശംസ അറിയിച്ചുകൊണ്ട് പോകണം. എന്തായാലും നമ്മൾ ജസ്റ്റ് വന്നില്ല, ഒന്നുങ്ങളെ കണ്ടു പോകാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അന്നേരം സ്റ്റേജ് പരിപാടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് എഞ്ചിനീയർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സ്ഥലത്ത് ദഫിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംപാജയിലേക്ക് 9 മണിക്ക് എത്തണം. ആയതുകൊണ്ട് കൂടുതൽ ಪ್ರಸಂಗಿಕಾತ ಜನ್ನತುಲ್ ಉಲೂಮ್ ಮಸ್ಜಿದ್ ಆ್ಯಂಡ್ ಮದ್ರಸ 2 ದಿನದ ಧಾರ್ಮಿಕ ಪ್ರಭಾಷಣ ಹಾಗೂ ಕಥಾ ಪ್ರಸಂಗದ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆಯಲ್ಲಿ ನಾವಿದ್ದೇವೆ. ಇವತ್ತಿನ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಉದ್ಘಾಟನೆ ಮಾಡಿರ್ತಕ್ಕಂಥ ಹಾಫಿಲ್ ಹಾಮಿದ್ ಇಮಾಮಿ ಸಗಾಪಿ ಅವರೇ ಮತ್ತು ವೇದಿಕೆಯಲ್ಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಗಣ್ಯರೇ, ನಮ್ಮ ಸ್ಥಳೀಯ ಜಮಾಯತಿನ ಅಧ್ಯಕ್ಷರಾದಂಥ ಇಬ್ರಾಹಿಂ ನಾಜಿ ಅವರೇ ಮತ್ತು ಬಂದಿರತಕ್ಕಂಥ ಎಲ್ಲ ಸಹೋದರರೇ, ಬಹುಶಃ ಈ ಪ್ರದೇಶಕ್ಕೆ ಬಂದಾಗ ಇಲ್ಲಿಯ ಯುವಕರ ಒಂದು ಉತ್ಸಾಹ, ಹಿರಿಯರ ಪ್ರೋತ್ಸಾಹ ಮತ್ತು ಈ ಊರಿನ ಸರ್ವಧರ್ಮದವರ ಸಹಕಾರ ಎದ್ದು ಕಾಣ್ತಾ ಇದೆ. ಹಸೈನಾರವರ ಮತ್ತು ಅನೇಕ ಯುವ ಮಿತ್ರರು ಈ ಒಂದು ಪ್ರದೇಶವನ್ನು ಒಂದು ಕೋಮು ಸೌಹಾರ್ದತೆಯ ಪ್ರದೇಶವನ್ನಾಗಿ ತಾವು ನಿರ್ಮಾಣ ಮಾಡಿದ್ದೀರಿ. ಪಕ್ಕದಲ್ಲಿ ಒಂದು ಭಜನಾ ಮಂದಿರ ಇದೆ. ಯುವಕ ಮಂಡಳದ ಸಭಾಂಗಣದಲ್ಲಿ ಅಥವಾ ಅವರ ಸ್ಥಳದಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇದೆ. ಪಕ್ಕದಲ್ಲಿ ನಮ್ಮ ಮಸೀದಿ ಇದೆ. ಎಲ್ಲ ವಿಷಯದಲ್ಲೂ ಕೂಡ ಜಯನಗರ ಅತ್ಯಂತ ಒಳ್ಳೆಯ ಮತ್ತು ಸೌಹಾರ್ದಯುತ ವಾತಾವರಣ ನಿರ್ಮಾಣ ಮಾಡಿ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಇವತ್ತು ಇತರ ಸಮುದಾಯದ ಕ್ರೈಸ್ತ ಧರ್ಮದವರು ಇರ್ಬೋದು ಅಥವಾ ಹಿಂದೂ ಸಹೋದರರು ಇರ್ಬೋದು, ಎಲ್ಲರೂ ಧನ ಸಹಾಯವನ್ನು ಅಥವಾ ಬೇರೆ ಬೇರೆ ರೀತಿಯ ಹರಿಕೆಗಳನ್ನು ನೀಡಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಿದ್ದಾರೆ. ನಮ್ಮ ತತ್ವ ಕೂಡ ಅದೇ. ನಾವೆಲ್ಲ ಪರಮತ ಸಹಿಷ್ಣುತೆಯ ಜೊತೆಗೆ ಸಹೋದರತೆಯನ್ನು, ಸಹಬಾಳ್ವೆಯನ್ನು ಕಾಪಾಡಿಕೊಂಡು ಇಂಥ ಕಾರ್ಯಕ್ರಮಗಳನ್ನು ಯಶಸ್ವಿಯಾಗಿ ನಡೆಸಬೇಕು. ಆ ನಿಟ್ಟಿನಲ್ಲಿ ಊರಿನಲ್ಲಿ ಸಮಾಜದಲ್ಲಿ ಶಾಂತಿ ನೆಮ್ಮದಿ ಇದ್ದರೆ ನಮಗೆ ಅಭಿವೃದ್ಧಿ ಪ್ರಗತಿ ಆಗಲಿಕ್ಕೆ ಸಾಧ್ಯ ಇದೆ. ಯಾವುದೇ ಧರ್ಮವನ್ನು ನಾವು ಹಿಂಸಾ ರೂಪಕದಲ್ಲಿ ಧರ್ಮವನ್ನು ಬೆಳೆಸಲಿಕ್ಕೆ ಪ್ರಚಾರ ಮಾಡಿದರೆ ಅದಕ್ಕೆ ಪ್ರತಿಫಲ ಸಿಗುವುದಿಲ್ಲ. ಏನು ಗಾಂಧೀಜಿಯವರ ತತ್ವ ಇತ್ತು, ಏನು ನಮ್ಮ ಪ್ರವಾದಿಯವರ ಮಾರ್ಗದರ್ಶನ ನಮಗಿದೆ, ಆ ಮಾರ್ಗದರ್ಶನದಲ್ಲಿ ಹೋದಾಗ ಮಾತ್ರ ನಾವು ಇತರ ಸಮುದಾಯದವರ ಪ್ರೀತಿ ವಿಶ್ವಾಸಕ್ಕೆ ಪಾತ್ರರಾಗಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭವನ್ನು ಹಾರೈಸಿ ಅನೇಕ ಕಾರ್ಯಕ್ರಮಗಳಿರುವುದರಿಂದ ಇವತ್ತು ನಾವು ಜಸ್ಟ್ ಬಂದು ನೋಡಿಕೊಂಡು ಹೋಗಂತೇಳಿ ನಾವು ಇಕ್ಬಾಲ್ರು, ಅಡ್ವೊಕೇಟ್ ಮೂಸಾ ಮತ್ತು ಸಿದ್ದಿಕೋಕ್ ಅವರು ಬಂದರು. ಆದರೆ ನಮ್ಮನ್ನು ನೀವು ಪ್ರೀತಿಯಿಂದ ಇಲ್ಲಿ ಕೂತ್ಕೊಳಿಸಿದಿರಿ. ಇನ್ನೂ ಕೂತ್ರೆ ನಮ್ಮ 2-3 ಕೆಲಸಗಳು ಒತ್ತಡಗಳಿರುವುದರಿಂದ ಹೆಚ್ಚು ಮಾತನಾಡದೆ ಇವರೆಲ್ಲರ ಪರವಾಗಿ ಶುಭ ಹಾರೈಸಿ ಉಸ್ತಾದ್ ಅವರ ಹತ್ರ ಕ್ಷಮೆಯನ್ನು ಕೇಳಿ ನಾವು ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಹೋಗ್ತಾ ಇದ್ದೇನೆ. ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ഇൻഷാ അല്ലാഹ് അവര് നേരത്തെ തന്നെ വന്നതുകൊണ്ട് വളരെ സമയം ഇവിടെ ചെലവഴിക്കുകയും പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് അവിടെ പോയി. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലേക്ക് എല്ലാ നിലക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ സഹകരിക്കുകയും സഹായിക്കുന്നതിൻ്റെ പേരിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഭക്ഷണമുണ്ടാക്കി തരുന്ന മമസ്ച ഏത് മജ്ലിസിലേക്കും എത്ര വന്നാലും
എത്ര ആ മജ്ലിസിലേക്ക് വരികയും നമുക്ക് ഉദ്ദേശത്തിനനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടാക്കി തരികയും ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടുത്തെ കടിഞ്ഞാൺ പിടിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിൽ നിയന്ത്രിക്കുകയും ഈ കമ്മിറ്റി ഭാരവാഹികളെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്ന എല്ലാ നിലക്കിലും അവരുമായി സഹകരിക്കുകയും അവരുടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇടപെട്ട് കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള ഹാജി, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. അബ്ദുള്ള ഹാജിയുടെ സേവനം വളരെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് ഈ മജ്ലിസിലേക്ക് എത്ര പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഈ കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് നല്ല കെട്ടുറപ്പോടെ കൊണ്ടുപോവുകയും അവിടെ ഏത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ പരിഹരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന, നല്ല നിലക്ക് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന അബ്ദുള്ള ഹാജി, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ബഹുമാന്യരായ ഉസ്താദ് അവറുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതുപോലെ സന്തോഷത്തോടു കൂടെ അവൻ്റെ സുഖലോക സ്വർഗത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിപാടിയും നാട്ടിലെ എല്ലാ ഇസ്ലാമിക ദീനീപരമായ മുന്നേറ്റങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന നാട്ടിലെ വലിയവരും ചെറിയവരുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ദീനിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്നത്തെ കഥാപ്രസംഗത്തിൻ്റെ ആളുകൾ ഇവിടെ അല്പസമയത്തിനകം എത്തിച്ചേരും. മുഖ്യധാര പരിപാടി നടക്കാനുള്ളതുകൊണ്ട് അതിന് മുമ്പുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ചുരുക്കി ആവശ്യമുള്ളതിലേക്ക് മാത്രം ഊന്നലുകൾ നൽകി പോകുമ്പോഴേ ഒരു പരിപാടികൾ അതിൻ്റേതായ വിജയം കുറിക്കുകയുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം മുഅ്മിനീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടി അവിടുത്തെ പിൽക്കാലത്ത് വന്ന സ്വഹാബാക്കളും ആലിമീങ്ങളും താബിഈങ്ങളും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പറയുന്നതിൽ നിസ്സംശയം നാം ഓരോരുത്തരും അംഗീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് മേഖല എടുത്തു നോക്കിയാലും, രാഷ്ട്രീയപരമായാലും സാമ്പത്തികപരമായാലും സാമൂഹികപരമായും കുടുംബപരമായുമുള്ള എല്ലാ വിഷയങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണരാണ്. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് വിഷയത്തിൽ ഊന്നൽ നൽകി പറഞ്ഞാലും, ഏത് വിഷയങ്ങൾ തൻ്റെ ഉമ്മത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചാലും അതിലൊക്കെ ഉമ്മത്തിന് ഉദാത്തമായ മാതൃകയും നല്ല വഴികാട്ടുന്ന നിദർശനങ്ങളും ഉണ്ടായിരുന്നു എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. നാം ഓരോരുത്തരും ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഹദീസുകളിൽ പഠിപ്പിക്കുന്നതായി കാണാം. തുഅറദു അലയ്യ അഅ്മാലകും എന്ന ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും അമലുകൾ ഞാൻ മദീനയിലിരുന്ന് കാണും എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ഈ നല്ലൊരു പരിപാടിയിലേക്ക്
അജ്മീർ മൗലൂദിന്റെ വാർഷികത്തിന് വേണ്ടി ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ നല്ലവരായ മുഅ്മിനീങ്ങളുണ്ട്. മറ്റുള്ളവർ കാണുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണെങ്കിൽ ആ പ്രവർത്തനത്തിന് വലിയ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലങ്ങൾക്ക് ഇടയിൽ നാമും ചേർന്ന് അള്ളാഹു നമ്മെയും സുഖലോക സ്വർഗത്തെത്തിക്കുമാറാവട്ടെ. അങ്ങനെ ദീനിന് വേണ്ടി മറ്റൊരുത്തൻ കാണുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു സംഘം ഇവിടെ നിലനിൽക്കണം, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ നാടിൻ്റെ വിജയം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ നല്ലത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് സ്തുതിക്കുകയും തിന്മ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരവസ്ഥയിലും അവിടുന്ന് ഉമ്മത്തിനെ കുറിച്ച് ഓർത്തിട്ടുണ്ട്, ഉമ്മത്തിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ആ ഉമ്മത്തിൽപ്പെട്ട നാം ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഇബാദത്തുകൾ ധാരാളമായി നിർവഹിക്കണം. ചെയ്യുന്ന ഇബാദത്തുകൾ തുടരെയായി കൊണ്ടുവരണം. പെരുന്നാൾ നിസ്കാരം പോലെ എപ്പോഴെങ്കിലും ഓരോരോ സമയത്ത് ഇബാദത്തുകൾ കൊണ്ടുവന്നാൽ പോരാ, ദിവസവും ഇബാദത്തുകൾ നമ്മളിൽ ഉണ്ടാവണം. മറ്റുള്ളവൻ കാണുന്നതിന് പുറമെ മറ്റുള്ളവൻ കാണുന്ന ഇബാദത്തുകളേക്കാൾ, പ്രവർത്തനങ്ങളേക്കാൾ, ആരാരും അറിയാതെ നാം ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക്, നിത്യമായി കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പ്രവർത്തനങ്ങൾ, ആ ഒരു ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അജ്മീർ മൗലൂദിന്റെ വാർഷിക സദസ്സാകുമ്പോൾ ഖാജാ തങ്ങൾ ഇന്ന് ഇന്ത്യ ഭരിക്കുമ്പോൾ ആ ഖാജാ തങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്നെഴുന്നേറ്റുകൊണ്ട് യുദ്ധം നടത്തി ഒരുപാട് ആൾക്കാരെ മുസ്ലിമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു വന്ന ആളല്ല. അവിടുത്തെ സ്വഭാവവും അവിടുത്തെ എല്ലാ രീതിയിലുള്ള പെരുമാറ്റങ്ങളും കണ്ടുകൊണ്ടാണ് മുസ്ലിമീങ്ങളായത്. ഖാജാ തങ്ങൾ ആരെയും വെടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ വാളിൻ്റെ മുൻമുരയിൽ നിർത്തിക്കൊണ്ട് ആരെയും ഇസ്ലാമിലേക്ക് സ്വീകരിച്ചിട്ടില്ല. അത് ഖാജാ തങ്ങൾക്ക് ആവശ്യമുള്ളതല്ല. അതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടുത്തെ സ്വഭാവ മഹിമ കൊണ്ടും അവിടുത്തെ പെരുമാറ്റം കൊണ്ടുമാണ് ഖാജാ തങ്ങൾ ഇസ്ലാമിലേക്ക് ഓരോരുത്തരെയും പിടിച്ചു കൊണ്ടുപോയത്. നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തൻ്റെ വീട് വിൽപ്പനക്ക് വെക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ വീട് വിൽപ്പനക്ക് വെക്കുന്നതിന് മുമ്പ് ആ ചരിത്രത്തിൽ കാണാം, തൊട്ടടുത്ത് വീടുണ്ടായിരുന്നത് ഒരു മജൂസിയുടെ വീടാണ്. തീ ആരാധിക്കുന്ന ഒരു മജൂസിയുടെ വീടായിരുന്നു. ആ മജൂസിയായ മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങൾ വീട് വിൽക്കുന്നതിന് മുമ്പ് അയാൾ വീട് വിൽപ്പനക്ക് വെച്ചു, സ്വന്തം വീട്. ആ സമയത്ത് അത്ര വലിയ ഒരു വീടിന് 1000 ദീനാർ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ മജൂസിയായ മനുഷ്യൻ പറഞ്ഞു, 2000 ദീനാർ കിട്ടിയാലേ ഞാൻ ഈ വീട് വിൽക്കൂ എന്ന്. അപ്പൊ പലരും അദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയും ഇത് പറ്റില്ല, ഇത് കൊള്ള വിലയാണ്, ഇങ്ങനെ വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മജൂസിയായ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എൻ്റെ വീടിന് 1000 ദീനാറാണ് വിലയിട്ടിരിക്കുന്നത്. മറ്റൊരു 1000 ദീനാർ നിങ്ങൾ ഈ വീട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അയൽവാസിയായി ലഭിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എന്ന എ ക്ലാസ് മുസ്ലിമിനെയാണ്. ആ മുസ്ലിം നിങ്ങളുടെ അയൽവാസിയായി കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ 2000 ദീനാർ പറഞ്ഞത് എന്ന്. അക്കാലത്തുള്ള മുസ്ലിമീങ്ങൾ അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ഇന്ന് ഇസ്ലാം ശോഭിച്ചു നിൽക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് വീട് വാങ്ങാൻ വരുന്നവർ നമ്മെ കണ്ട് ഓടുന്നതിന് പകരം നമ്മുടെ തൊട്ടടുത്തുള്ളവർ നല്ലവരാണ് എന്ന് നമ്മുടെ തൊട്ടടുത്തേക്ക് വരുന്നത് പോലെ നാം സ്വഭാവങ്ങൾ മാറ്റിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കാന ഖുലുഖുൽ ഖുർആൻ എന്ന് ആയിഷ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ റസൂലുള്ളാഹിന്റെ അനുയായികളായ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് കാർക്കശ്യമുള്ളതാവുക? ഉഹദിന്റെ രണാങ്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല്ല് പൊട്ടി താഴെ വീണ് രക്തം ചിന്തിയപ്പോൾ ഉഹദ് മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സഹാബാക്കൾ അവർ കാരണമായിട്ട് ഉഹദ് യുദ്ധത്തിൽ പരാജയം ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉഹദ് യുദ്ധത്തിന് ശേഷം
അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഇനിയുള്ള ദീനീപരമായ നീക്കങ്ങളിൽ അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെയും കൂടി ഒത്തൊരുമിച്ച് കൂട്ടിക്കൊണ്ട് വശാവിറുഹും ഫിൽ അംരി എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുഷാവറ ചെയ്യുകയും കൂടിയാലോചിക്കുകയും ദീനിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്ന്. ഇവിടെ കമ്മിറ്റിയിൽ കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ആയാളെ ഈ വർഷവും പ്രസിഡന്റ് ആവാൻ വിട്ടില്ലെങ്കിൽ അടിയാണ്, പൊരിഞ്ഞടിയാണ്, അയാൾക്കെതിരെ പകപോക്കലാണ്, അയാൾക്കെതിരെ ആളവിടലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത്രയും സുന്ദരമായ ഒരു ഇസ്ലാം, അത്രയും സ്നേഹസമ്പൂർണമായ ഒരു ഇസ്ലാമിന്റെ വാക്താക്കളായ നാം ഒരിക്കലും അടിപിടികളിലോ അല്ലെങ്കിൽ വേറെ കോലാഹലങ്ങളിലോ ചെന്ന് ചേരാൻ പാടില്ല. അതുപോലെ തന്നെ ഹൈന്ദവരായാലും മറ്റു ഏത് മതസ്ഥരായാലും സാഹോദര്യത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ പെരുമാറുമ്പോഴാണ് നല്ലൊരു നാട് നമുക്ക് ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സാഹോദര്യത്തിന്റെ പേരിൽ അവരുടെ ആരാധനകളിൽ നാം ഓരോരുത്തരും പങ്കുചേരാൻ പാടില്ല. സാഹോദര്യം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അതാണ് നാം ഓരോരുത്തരും പങ്കിട്ട് കൊണ്ടുപോവേണ്ടത്. ആരാധനകളിലല്ല സാഹോദര്യം വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ ഇവിടത്തെ പരിപാടി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا എന്ന പരിശുദ്ധ ഖുർആനിന്റെ തിരുവചനം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സുബൈർ മാസ്റ്റർ അവരുടെ കഥാപ്രസംഗത്തിന് മുമ്പായി രണ്ട് ആദരവ് നടക്കുകയാണ് ഇവിടെ. ഒന്ന്, ബഹുവന്യരായ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ എല്ലാ മാസവും നമ്മുടെ മജ്ലിസിലേക്ക് നേതൃത്വം നൽകുന്ന സയ്യിദ് അവറുകളാണ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഭാര്യ ചെറിയൊരു കുട്ടി ചെറിയൊരു വിഷമത്തിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോ അൽഹംദുലില്ലാ റാഹത്തായി. ഭാര്യ 5 മാസം ഗർഭിണിയാണ്. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾക്ക് എല്ലാവിധ ആദരവോടെ അനുമോദനം അർപ്പിക്കുകയാണ്. അതുപോലെ എല്ലാ മാസവും നമുക്ക് മജ്ലിസിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന മമ്മസ്യ, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. ചെയ്യുന്ന ജോലിയിൽ അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. ആർക്കും ഒരു പരാതിയില്ലാത്ത രൂപത്തിൽ നല്ല ഭക്ഷണം വെച്ച് തരുന്ന മമ്മസ്യ, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിനും ആദരവ് നൽകുക. ഇവിടെ വന്നു ചേർന്ന് സുബൈർ മാസ്റ്റർ, അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം അർഹിക്കുകയാണ്. അതുപോലെ തന്നെ ശാന്തിനഗറിലെ ഉസ്താദായ റഷീദ് സൈനി ഉസ്താദ് അടക്കമുള്ള എല്ലാവർക്കും സയ്യിദ് അവറുകൾ, അതുപോലെ തന്നെ കേന്ദ്ര ജുമാ മസ്ജിദ് കമ്മിറ്റി അംഗം CM ഉസ്മാൻ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
ഹലോ പ്രിയമുള്ളവരെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉസ്താദ് തുടങ്ങുകയാണ്. റോഡരികിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്ത് വന്നിരുന്നു കൊണ്ട് പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ജന്നത്തുൽ മദ്രസ ആൻഡ് മസ്ജിദ് ഇതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 8ാം അജ്മീർ ആണ്ട് നേർച്ചയുടെ ഭാഗമായി 2 ദിവസത്തോളം നീണ്ടുനിന്ന മതവിജ്ഞാന വേദിയുടെ 2ാം ദിവസമായ ഇന്ന് പ്രഗത്ഭനായ ഘാതികൻ അലതള്ളുന്ന തിരമാലകൾ കണക്കെ കുലുങ്കുത്തുചുകുന്ന ജനസാഗരങ്ങളെ ആവേശത്തിന്റെ എതിർവരമ്പുകളിൽ വിശ്വസിച്ച് കാലഘട്ടത്തിന്റെ ഇതിഹാസ മറ്റുലമുലക്കിയ കഥാപ്രസംഗ രംഗത്ത് വിപ്ലവത്തിന്റെ പടപ്പാട്ട് പാടിയ കഥാപ്രസംഗ വേദിയിൽ കത്തിജ്വലിക്കുന്ന ഘാതികൻ സുബൈർ മാസ്റ്റർ. അതെ, ഈ നൂറ്റാണ്ടിലെ കഥാപ്രസംഗ വേദിയിൽ പുതിയൊരു ചരിത്രമെഴുതി ജനങ്ങൾ ആവേശത്തോടെ കാതോട്ട് നിൽക്കുന്ന ഘാതികൻ സംശുദ്ധമായ കഥകളും ആവേശം നൽകുന്ന മാപ്പിളപ്പാട്ടിന്റെ ഗാനങ്ങളും തന്റെ കഥാപ്രസംഗത്തിൽ കോർത്തെടുത്ത് മുഫ്തി മുഹമ്മദിന്റെ വെള്ളക്കൊട്ടാരം മുതൽ ഫത് രാജാവിന്റെ കോട്ടക്കൊട്ടാരം വരെ 10,000 ചരിത്രങ്ങളെ പാടിപ്പറഞ്ഞുകൊണ്ട് ഇന്നിതാ സുല്യാജാനഗരയിൽ പുതിയൊരു അധ്യായം സൃഷ്ടിക്കുന്നു. വാദ്യ സംഗീതത്തിന്റെ ഉപകരണങ്ങളില്ലാത്ത, മ്യൂസിക്കിന്റെ ആയുധങ്ങളില്ലാത്ത 14 നൂറ്റാണ്ടുകൾക്ക് നടന്ന സംഭവങ്ങളെ കൺമുമ്പിൽ നടക്കുന്നത് പോലെ കഥ അവതരിപ്പിക്കാൻ ക്യാപ്റ്റനായ സുബൈർ മാസ്റ്റർ തൊട്ടിക്കൽ സംഘം അവതരിപ്പിക്കുന്ന മധുര മനോഹരമായ കഥാപ്രസംഗം തുടരുന്നു. എല്ലാവിധ സ്നേഹാദരവോടെ സുബൈർ മാസ്റ്റർ സംഘത്തെയും കഥാപ്രസംഗ അവതരണത്തിന് വേണ്ടി സോഴ്സും മൈക്ക് പോയിന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Chick, hella, hella, chick, hella, chick, hella, tassi hella, chick, chick, hella, hella, tassi hella. Chick halla, tassi halla, chick halla. Assalamu alaikum warahmatullah. മദ്ഹ് പാടുമ്പോൾ റൂഹിടുക്കേണം, മദനപ്പൂമുഖം കണ്ടു മരിക്കണം. ആ ആ മദ്ഹ് പാടുമ്പോൾ റൂഹിടുക്കേണം, മദനപ്പൂമുഖം കണ്ടു മരിക്കണം. മദ്ഹ് പാടുമ്പോൾ റൂഹിടുക്കേണം, മദനപ്പൂമുഖം കണ്ടു മരിക്കണം. യാ അഹദീ യാ അഹദീ നിൻ മഹമൂദിൻ രാഗം, യൗമും ലൈലിലും ഹൃദയാനുരാഗം. യാ അഹദീ യാ അഹദീ നിൻ മഹമൂദിൻ രാഗം, യൗമും ലൈലിലും ഹൃദയാനുരാഗം. മദ്ഹ് പാടുമ്പോൾ റൂഹിടുക്കേണം, മദനപ്പൂമുഖം കണ്ടു മരിക്കണം. പാടിയാലും പറഞ്ഞാലും തീരാ
പാകതയുള്ളൊരാള് മറ്റാരാ, പാടിയാലും പറഞ്ഞാലും തീരാ. പാകതയുള്ളൊരാള് മറ്റാരാ, പാഠമെന്തും പഠിക്കാൻ കിതാബാ, പാഠമെന്തും പഠിക്കാൻ കിതാബാ. പാലകൻ സൽക്കരിച്ച ഹബീബ, മദ്ഹ് പാടുമ്പോൾ മദ്ഹ് പാടുമ്പോൾ റൂഹെടുക്കേണം. മദനപ്പൂമുഖം കണ്ടു മരിക്കേണം. യാ അഹദീ യാ അഹദീ നിൻ മഹമൂദിൻ രാഗം. യൗമും ലൈലിലും ഹൃദയാനുരാഗം. മുഹമ്മദിന്ന് ജപിക്കുന്ന ചുണ്ട്, മുത്തിടാൻ സ്വർഗഹൂറികളുണ്ട്. മുഹമ്മദിന്ന് ജപിക്കുന്ന ചുണ്ട്, മുത്തിടാൻ സ്വർഗഹൂറികളുണ്ട്. മുഹബത്തിന്നതിൻ ആദ്യമധ്യാന്ത്യം, മുഹബത്തിന്നതിൻ ആദ്യമധ്യാന്ത്യം. മുസ്തഫ റസൂലെന്നത് സത്യം. മദ്ഹ് പാടുമ്പോൾ മദ്ഹ് പാടുമ്പോൾ റൂഹെടുക്കേണം. മദനപ്പൂമുഖം കണ്ടു മരിക്കേണം. യാ അഹദീ യാ അഹദീ നിൻ മഹമൂദിൻ രാഗം. യൗമും ലൈലിലും ഹൃദയാനുരാഗം. യൗമും ലൈലിലും ഹൃദയാനുരാഗം. മദ്ഹ് പാടുമ്പോൾ റൂഹെടുക്കേണം. മദനപ്പൂമുഖം കണ്ടു മരിക്കേണം. ഹലോ 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 ചെക്ക് ഹലോ 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 അത്തിമരത്തിൻ കൊമ്പത്തുള്ളൊരു കുഞ്ഞിത്തത്തമ്മ, ഒത്തിരി നേരം മുത്ത് ഹബീബിൽ സ്വലാത്തുകളോതുന്നേ. ദൂരെയുള്ള മദീനത്തിൽ ദൂതര പള്ളി മിനാരത്തിൽ കഴിയാനായി കൊതിയുണ്ടല്ല, കിളിയുടെ പ്രാർത്ഥന കേൾക്കല്ല. അത്തിമരത്തിൻ കൊമ്പത്തുള്ളൊരു കുഞ്ഞിത്തത്തമ്മ, ഒത്തിരി നേരം മുത്ത് ഹബീബിൽ സ്വലാത്തുകളോതുന്നേ. ദൂരെയുള്ള മദീനത്തിൽ ദൂതര പള്ളി മിനാരത്തിൽ കഴിയാനായി കൊതിയുണ്ടല്ല, കിളിയുടെ പ്രാർത്ഥന കേൾക്കല്ല. കിളിയുടെ കളകളരാഗം മുഴുവൻ നബിയുടെ മദ്ഹാണ്. ഖിബ്ലയോ ഖൽബിന് കുളിരാമുത്തിൻ റൗള ഷരീഫാണ്.
കിളിയുടെ കളകളരാഗം മുഴുവൻ നബിയുടെ മദ്ഹാണ്. ഖിബിലയോ കൽബിന് കുളിരാമുത്തിൻ റൗള ഷരീഫാണ്. അവിടുത്തെ ബാങ്കിൻ അഷ്ഹദു കേട്ട് ജവാബ് ചൊല്ലേണം. അവസാനത്തെ കലാമതിൽ ജീവൻ ഇല്ലാതാകേണം. അത്തിമരത്തിൻ കൊമ്പത്തുള്ളൊരു കുഞ്ഞി തത്തമ്മ ഒത്തിരി നേരം മുത്ത് ഹബീബിൽ സ്വലാത്തുകളോതുന്നേ. ദൂരെയുള്ള മദീനത്തിൽ ദൂതരെ പള്ളി മിനാരത്തിൽ കഴിയാനായി കൊതിയുണ്ടല്ലാ. കിളിയുടെ പ്രാർത്ഥന കേൾക്കല്ലാ. നബിയെ തങ്ങളെ പോരിശ പാടുകയല്ലോ ഈ ലോകം. അബിയും ഉമ്മിയുമെല്ലാം അങ്ങയിലെന്നും ഞാൻ കാണും. നബിയെ തങ്ങളെ പോരിശ പാടുകയല്ലോ ഈ ലോകം. അബിയും ഉമ്മിയുമെല്ലാം അങ്ങയിലെന്നും ഞാൻ കാണും. നിധിയെ ഹൃദയത്താളം സ്വലാത്ത് സലാമിനാൽ നിറയും. അതിനാൽ അങ്ങയെ കേട്ടാലുടനെ കണ്ണുകൾ കരയും. അത്തിമരത്തിൻ കൊമ്പത്തുള്ളൊരു കുഞ്ഞി തത്തമ്മ ഒത്തിരി നേരം മുത്ത് ഹബീബിൽ സ്വലാത്തുകളോതുന്നേ. ദൂരെയുള്ള മദീനത്തിൽ ദൂതരെ പള്ളി മിനാരത്തിൽ കഴിയാനായി കൊതിയുണ്ടല്ലാ. കിളിയുടെ പ്രാർത്ഥന കേൾക്കല്ലാ. എന്നിലെ തൂവലിനേക്കാൾ മൃദുലം മുത്തിൻ അഖ്ലാഖ്. എന്തിലുമേതിലും ഉന്നതി നേടിയ അഷ്റഫുൽ ഖൽഖ്. എന്നിലെ തൂവലിനേക്കാൾ മൃദുലം മുത്തിൻ അഖ്ലാഖ്. എന്തിലുമേതിലും ഉന്നതി നേടിയ അഷ്റഫുൽ ഖൽഖ്. ഏകയിലാഹിന് ഏറ്റവും ഇഷ്ടം നബിതൻ ഉമ്മത്ത് എന്നൊരു വാക്കാൽ കൽബിന് കിട്ടും നേരെ റാഹത്ത്. അത്തിമരത്തിൻ കൊമ്പത്തുള്ളൊരു കുഞ്ഞി തത്തമ്മ ഒത്തിരി നേരം മുത്ത് ഹബീബിൻ സ്വലാത്തുകളോതുന്നേ. ദൂരെയുള്ള മദീനത്തിൽ ദൂതരെ പള്ളി മിനാരത്തിൽ കഴിയാനായി കൊതിയുണ്ടല്ലാ. കിളിയുടെ പ്രാർത്ഥന കേൾക്കല്ലാ. അത്തിമരത്തിൽ കൊമ്പത്തുള്ളൊരു കുഞ്ഞിത്തത്തമ്മ ഒത്തിരി നേരം മുത്ത് ഹബീബിൽ സ്വലാത്തുകളോതുന്നേ. ദൂരെയുള്ള മദീനത്തിൽ ദൂതരെ പള്ളി മിനാരത്തിൽ കഴിയാനായി കൊതിയുണ്ടല്ലാ. കിളിയുടെ പ്രാർത്ഥന കേൾക്കല്ലാ. ബഹുമാനവും ആദരവുമുള്ള വേദിയിലിരിക്കുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ളതും മഹാന്മാരോടൊപ്പം മുത്തുനബിയുടെ ചാരത്തായി സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂടാൻ നിമിത്തമാകുന്നതുമായ മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂല് ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെയും അല്ലാഹു കാവല് നൽകുമാറാകട്ടെ. ഒരു പരിപാടിയുടെ വിജയം അവസാനം നന്നായി തീരുക എന്നുള്ളതാണ്. പരിപാടിയുടേത് എന്നല്ല, ഏത് വിഷയത്തിൻ്റെയും വിജയം കണക്കാക്കപ്പെടുന്നത് അവസാനം നന്നായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാമൊക്കെയും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ അഹ്സിൻ
ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലും നീ അവസാനം നീ നന്നാക്കി തരണേ അല്ലാഹ്. ആ അവസാനത്തെ വിജയമാണ് എല്ലാറ്റിൻ്റെയും വിജയം. നമ്മുടെ ഈ പരിപാടിയുടെ അവസാന സമാപന വേദിയാണ് ഇപ്പോൾ നാം ഒക്കെയും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ആഖിറവും നമ്മുടെ അവസാനവും നന്നായി തീരണം. അതിനു വേണ്ടിയിട്ടാകണം നമ്മുടെ പ്രയത്നങ്ങൾ ഒക്കെയും ഉണ്ടാകേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന മദീനത്തുൽ അദ്ലി വ ഉമറും ബാബുഹ എന്ന് വിശേഷിപ്പിച്ച ഇസ്ലാം റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫയായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമടങ്ങുന്ന പല വിഷയങ്ങളും കേട്ടിരിക്കുന്ന നിങ്ങൾ ഇത്തരം ചരിത്രങ്ങൾ പറയുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് അത്തരം മഹാന്മാർ ജീവിച്ചു കാണിച്ച ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഈ നശ്വരമായ ലോകത്തോട് വിട പറയുന്ന സമയം മഹാന്മാർ ഈ ലോകത്തോട് വിട പറഞ്ഞതുപോലെ ഈമാനുള്ളവരായി വിട പറയാൻ കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നാമൊക്കെയും സംബന്ധിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. വലദത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. നിന്നെ പ്രസവിക്കുന്ന സമയം നീ കരഞ്ഞുകൊണ്ട് ഈ ഭൂലോകത്ത് വന്നു. ആ സമയത്ത് നിന്റെ ചുറ്റുമുള്ളവർ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയെന്ന സന്തോഷാധിക്യത്താൽ അവരൊക്കെയും ചിരിച്ചുകൊണ്ടിരുന്നു. വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫി ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഒരു വിപരീതമായ ഒരു അവസരം, ഒരു സന്ദർഭം നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നു. അതേതാണ്? നേരത്തെ നിന്നെ പ്രസവിക്കുന്ന സമയം നീ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ നിന്റെ ചുറ്റുമുള്ളവർ ചിരിച്ചുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിപരീതം സംഭവിക്കാൻ പോകുന്നു. അത് നിന്റെ അവസാനത്തെ നിന്റെ മരണത്തിന്റെ സമയമാണ്. ആ സമയത്ത് എല്ലാവരും ചുറ്റുഭാഗത്തുള്ളവർ കരയുമ്പോൾ നിനക്കൊന്ന് ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയണം. എങ്കിൽ വജ്ഹദ് ലിനഫ്സിക, നീ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിന്റെ ഫലമാണ്, ആ ഒരു ആഗ്രഹത്തിന്റെ ഫലമാണ് നാം ഒക്കെയും ഇവിടെ ഈ വേദി സംഘടിപ്പിച്ചത് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ആ മഹാനുഭാവനെ പോലത്തെ മഹാരഥന്മാർ അവർ വരച്ചു കാണിച്ച ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ പകർത്തി നല്ലവരിൽ നല്ലവരായി ജീവിച്ച് ഈമാനുള്ളവരായി മരിക്കാൻ നമുക്കൊക്കെയും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനാണ് മഹാനായ ഖാജാ തങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നമ്മുടെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അതാഉർ റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി തങ്ങൾ. ഈ രാജ്യത്തിനെ ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ഭരണത്തലവന്മാരും മഹാനായ ഖാജാ തങ്ങളുടെ സന്നിധിയിലെത്താറുണ്ട്. അതുകൊണ്ട് അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാന്മാരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുക, മഹത്വ
മഹത്തുക്കളുടെ മദ്ഹ് പറയുക, അവരുടെ മദ്ഹിന്റെ സദസ്സിൽ വന്നിരിക്കുക, പുണ്യം കരസ്ഥമാക്കുക. മഹാന്മാരെ പറയല് അത് ദോഷം പൊറുക്കാനുള്ള കാരണമാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് അനവധി മഹത്തുക്കളുടെ ചരിത്രം ഇവിടെ കേട്ടിട്ടുണ്ട്. വിശേഷിച്ചും ഇന്ന് അസ്ർ നിസ്കാരാനന്തരം മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ മൗലിദ് നാം ഓതിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ നിലയ്ക്ക് ഈ രാജ്യത്തിനെ ആത്മീയമായി നിയന്ത്രിക്കുന്ന ഖാജ തങ്ങൾ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഈ മഹത്തായ സദസ്സിൽ വന്നിരുന്ന ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും അല്ലാഹു തആല രണ്ടു ലോകത്തും സന്തോഷം നൽകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ നന്നാക്കി തീർക്കട്ടെ. എല്ലാ ശർറിൽ നിന്ന്, വിശേഷിച്ചും ഭരണകൂടത്തിന്റെ കുതന്ത്രത്തിൽ നിന്ന് ഖാജാ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 11 തഹ്ലീലും ഒരു 11 സ്വലാത്തും ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലതുപോലെ ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അർഹമുർ റഹീമീനായ അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يجددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. عليها نحيا وعليها نموت وعليها نبعث إن شاء الله. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
റഹ്മാനായ അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. റോട്ടിലും മറ്റും നിൽക്കുന്ന ആളുകളൊക്കെയും വന്ന് സദസ്സിൽ വന്നിരിക്കുക. ഒരു ചെറിയ ദുആ നടത്തി ഇൻഷാ അല്ലാഹ് തബറുക്കും വാങ്ങി നമുക്ക് വീട്ടിലേക്ക് പിരിഞ്ഞു പോകാം. റഹ്മാനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് ഒരുപാട് ഉദ്ദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മഹാനായ ഖാജ തങ്ങളെ അനുസ്മരിച്ച ഈ വേദിയിൽ മഹാന്മാരെ തവസ്സുലാക്കി നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കാം. റഹ്മാനായ അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ളതും മഹാന്മാരുടെ സാന്നിധ്യമുള്ളതുമായ മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം സാദാത്യങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, നേതാക്കളുണ്ട്, പ്രായം ചെന്നവർ, പിഞ്ചോമന മക്കളടങ്ങുന്ന സദസ്സാണ്. എന്തുകൊണ്ടും ധന്യമാണ്. ഖാജ തങ്ങളുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള മഹത്തുക്കളുടെ ചരിത്രം പറഞ്ഞ മഹത്തായ വേദിയാണ്. എന്തുകൊണ്ടും ധന്യമാണ്. ആത്മാർത്ഥമായി നിങ്ങൾ ആമീൻ ചൊല്ലുക. അർഹമുർ റഹീമീനായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വാർഷിക അജ്മീർ മൗലൂദ് പരിപാടിയിലേക്ക് പല ഉദ്ദേശം വെച്ചിട്ടും പല ബുദ്ധിമുട്ട് കൊണ്ടും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറയലെൻ്റെ കടമ, അതുകൊണ്ടാണ് ഞാൻ നിന്നത്. നമ്മുടെ ജയനഗരയിലെ ഒരു സ്ത്രീ കഴിഞ്ഞ 10-15 ദിവസത്തിന് നടുവേദന അധികമായിട്ട് പുരക്കന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ചിട്ട് തങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ജാതി മതഭേദമില്ലാതെ പല രീതിയിലുള്ള ആൾക്കാരും ഞങ്ങൾക്ക് തേങ്ങയായും അരിയായിട്ടും ഇറച്ചിയായിട്ടും സഹായം ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ മറിയമ്മ എന്ന് പറയുന്ന പെണ്ണുങ്ങൾ 500 രൂപ, അതുമാതിരി കുറേ പെണ്ണുങ്ങൾ 101, 313 ഇങ്ങനെ പല ആൾക്കാരും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകൾ എല്ലാം റബ്ബ് അറിയും. തങ്ങൾ വിശേഷമായി അവർക്ക് ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ 10 ദിവസത്തിന് നമ്മളെ ഇവിടുത്തെ കുട്ടികൾ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും വേണ്ടി ആഫിയത്തിനും നല്ല രീതിയിലുള്ള ജീവിതം അവർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا الملك الجبار يا الله. ഞങ്ങൾ സാധുക്കളാണ് റഹ്മാനെ, ഞങ്ങൾ പാവികളാണ് റഹ്മാനെ, ദോഷികളാണ് റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാഹ്. നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള ശിഷ്ട ജീവിതം നീ നന്നാക്കി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, 2 ദിവസമായി മഹാനായ ഖാജ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ ഞങ്ങളൊക്കെയും ഒത്തുചേരുന്നു റഹ്മാനെ. ഖാജ തങ്ങളുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ മഹാനായ ഇസ്ലാം റിപ്പബ്ലിക്കിന്റെ 2ാം ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അതുപോലെ ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രം പറഞ്ഞ വേദിയാണ് റബ്ബേ. ദിക്റുൽ അംബിയാഇ
ഇബാദത്തുൻ വദിക്റു സ്വാലിഹീന കഫാറ. അമ്പിയാക്കളെ പറയൽ ഇബാദത്താണെന്നും സാലിഹീങ്ങളെ പറയൽ ദോഷം വിട്ട് വെറുക്കാൻ കാരണമാണെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹ് നീ ഞങ്ങൾക്കുള്ള ദോഷം വിട്ട് വെറുത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്കുള്ള ശിഷ്ട ജീവിതം നീ നന്നാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ ദില്ലത്തിലാക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ ഫളീഹത്തിലാക്കല്ല അല്ലാഹ്. നീ ഞങ്ങളെ കുറവാക്കല്ല അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ കുറവാക്കല്ല റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ മഹത്തായ ഇന്ത്യ രാജ്യം ആത്മീയമായി നിയന്ത്രിക്കുന്ന സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ പേരിലാണ് ഞങ്ങൾ സംഗമിച്ചിട്ടുള്ളത് അല്ലാഹ്. ആ ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. നീ സുരക്ഷ നൽകണേ അല്ലാഹ്. നീ കാവൽ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണമായി സാധുക്കളായ പാവികളായ ദോഷികളായ ഞങ്ങളെ നീ പിടിച്ചു ശിക്ഷിക്കല്ല റഹ്മാനെ. വിശേഷിച്ചും ഇന്ത്യ രാജ്യത്തുള്ള ഉമ്മത്തിന് നീ പിടിച്ചു ശിക്ഷിക്കല്ല റഹ്മാനെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിലേക്ക് നീ കാരുണ്യം ചൊരിയണേ അല്ലാഹ്. നിന്റെ കാരുണ്യം കൊണ്ട് നോക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ ജയനഗർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം, ഈ ഗ്രാമത്തിൽ സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുടെ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ മഹത്തായ സ്റ്റേജും അതിന് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള എല്ലാ നിലക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തന്ന ഇവിടുത്തെ നമ്മുടെ യുവാക്കള്, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവർ, അവർക്ക് നിർദ്ദേശം നൽകിയ പ്രായമുള്ളവർ, എല്ലാ നിലക്കും സഹായിച്ച, ശാരീരികമായി സഹായിച്ചവർ, മാനസികമായി സഹായിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ ആരൊക്കെയാണെന്ന് നിനക്കറിയാം അല്ലാഹ്. ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ. എല്ലാ സദുദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാഹിരീങ്ങളുടെ സിഹർ, വാലിമീങ്ങളുടെ ദുൽമ്, ഹസിദീങ്ങളുടെ ഹസദ്, ആയിനീങ്ങളുടെ ഐന്, ഫിത്നക്കാരുടെ ഫിത്ന, പകയന്മാരുടെ പക, ചതിയന്മാരുടെ ചതി, മുബ്തദിഈങ്ങളുടെ ശർറ്, ഉഫാറുകളുടെ ശർറ്, ഭരണകൂടത്തിന്റെ ഇടങ്ങേറ്, എല്ലാത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ റബ്ബേ. നീ കാവൽ നൽകണേ റബ്ബേ. നീ കാവൽ നൽകണം റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പല നിലക്ക് രോഗം കൊണ്ട് വിഷമിക്കുന്നവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ബാധിച്ചവർ, ഹാർട്ട് രോഗമുള്ളവർ, കിഡ്നി സംബന്ധമായ രോഗത്തിൽ കഷ്ടപ്പെടുന്നവർ, ആഴ്ചയിൽ 3 പ്രാവശ്യം അടക്കം ഡയാലിസിന് വിധേയമാകുന്ന ആളുകൾ, അങ്ങനെ തുടങ്ങി പല ജാതി രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റബ്ബേ. ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, വിശേഷിച്ചും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അത്തരം രോഗികൾ ആരൊക്കെയാണോ എല്ലാ പേരും അഡ്രസ്സും നിനക്കറിയാം റഹ്മാനെ. നീ പൂർണ്ണമായ ശിഫ നൽകു റബ്ബേ. അജിലായ ശിഫ നൽകു റബ്ബേ. കാമിലായ ശിഫ നൽകു റബ്ബേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ തഅത്തിലായി ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. ക്യാൻസർ തരല്ല റഹ്മാനെ. ഹാർട്ട് രോഗം തരല്ല അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗം തന്ന കഷ്ടത്തിലാക്കല്ല റഹ്മാനെ. കീറി മുറിക്കുന്ന രോഗം തരല്ലേ റബ്ബേ. ജനങ്ങൾ വെറുക്കുന്ന രോഗം തന്ന് കഷ്ടത്തിലാക്കല്ല റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, എത്ര ആളുകളാണ് രോഗമെന്തെന്നറിയുന്നില്ല, ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഡോക്ടറെ സമീപിക്കുന്നു, വൈദ്യന്മാർ കൈമലർത്തുന്നു. അത്തരം വൈദ്യന്മാർക്ക് വെടികിട്ടാത്ത രോഗം തന്നു റബ്ബേ. നീ ഞങ്ങളെ ആരെയും പരീക്ഷിക്കല്ല റബ്ബേ. നീ ഞങ്ങളെ കഷ്ടത്തിലാക്കല്ല അല്ലാ. രോഗം തരുന്നവൻ നീയാണല്ലോ റബ്ബേ. ശിഫയാക്കുന്നവനും നീയാണല്ലോ റബ്ബേ. മഹാന്മാരെ തവസ്സുലാക്കി നിന്നിലേക്ക് കൈനീട്ടുന്നു റബ്ബേ. യാചിക്കുന്നു റഹ്മാനെ. അത്തരം രോഗികൾക്ക് പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ. വീടില്ലാത്തവരുണ്ട്, യോജിച്ച വീട് നൽകണേ റബ്ബേ. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി നൽകണേ റബ്ബേ. കല്യാണം കഴിച്ച് വർഷങ്ങളായി
കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ കരഞ്ഞുകൊണ്ട് പലയിടത്തുനിന്നും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങൾക്കുള്ള സ്ഥാപനങ്ങളിലേക്ക്, ഞങ്ങൾക്കുള്ള സദസ്സുകളിലേക്ക് സംഭാവനകൾ നൽകി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. അവരുടെ മനപ്രയാസം എത്രയാണെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. വാർദ്ധക്യ സമയത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് സന്താനഭാഗ്യം നൽകിയ റബ്ബേ, അവർക്ക് നീ സാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഭാര്യമാരെ നന്നാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, കൺകുളിർക്കുന്ന മക്കളാക്കണേ അല്ലാ, ആഖിറത്തിൽ ഗുണകരമായി സാക്ഷി നിൽക്കുന്ന മക്കളാക്കണേ അല്ലാ, നാട്ടിന് സമുദായത്തിന് സൽപ്പേരുണ്ടാക്കുന്ന മക്കളാക്കണേ റബ്ബേ. ദുഷിച്ച പേരുണ്ടാക്കുന്ന സമുദായത്തിനെ പറയിപ്പിക്കും വിധത്തിലുള്ള നീ മക്കളെ തരല്ല റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ റബ്ബേ. വാർദ്ധക്യം ചെന്നെത്തിയ പ്രായമുള്ള ആളുകൾ സദസ്സിലുണ്ട് റബ്ബേ. ഹാജാ തങ്ങളുടെ സദസ്സാണെന്ന് മനസ്സിലാക്കി വന്നിരുന്നതാണ് റബ്ബേ. മഹാന്മാരുടെ ചരിത്രം കേൾക്കാനുള്ള ആവേശത്തിൽ വന്നിരുന്നവരാണ് റബ്ബേ. അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകു റബ്ബേ, ആരോഗ്യം നീ നൽകു റഹ്മാനെ. അർഹമുർ റഹീമിയായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, പ്രകൃതി ദുരന്തം അധികരിച്ച കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നുള്ളത്. അപകടം വരുത്ത കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നുള്ളത്. ഒരു ദിവസം തന്നെ 5ഉം 10ഉം ആക്സിഡന്റിന്റെ കഥകളാണ് റബ്ബേ ഞങ്ങൾ കേൾക്കുന്നത്. ചെറിയ പിഞ്ചോമന മക്കൾ വരെ റോഡിൽ കടന്ന് ചതഞ്ഞ് മരിക്കുന്ന ദുരവസ്ഥയാണ് പത്രത്തിലും മറ്റും ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ കാവല് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. നിന്റെ മഹാന്മാരുടെ കാവല് നൽകണേ റബ്ബേ. വിശേഷിച്ചും ഹാജാ തങ്ങളെ കാവല് നൽകണേ റബ്ബേ. റോട്ടിൽ കിടന്ന് ചതഞ്ഞ് മരിക്കുന്ന ദുരവസ്ഥ നീ ഞങ്ങൾക്കാർക്കും നൽകല്ല റഹ്മാനെ. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകും രീതിയിലുള്ള മരണം നീ തരല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, മരണം ഹൈറായ സമയം, നല്ല രാത്രിയിലോ പകലിലോ നല്ലതുമായി ബന്ധപ്പെടുന്ന സമയം, കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗീയ ഫോട്ടോ കണ്ട് മുത്തുനബിയുടെ ബദറുൽ ജമാലായ ബദറുൽ കമാലായ പൂമുഖം കണ്ട ആനന്ദത്തോടെ നശ്വരമായ ലോകത്തോട് വിട പറയാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും മുത്തുനബിയുടെ മഹബ്ബത്തിന് വേണ്ടിയിട്ടാണ്, അവിടത്തോടു കൂടി സ്വർഗത്തിലെത്തണമെന്ന് കൊതിച്ചത് കൊണ്ടാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ആദരിച്ചവർ, ബഹുമാനിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഞങ്ങൾക്കുള്ള സ്ഥാപനങ്ങളെയും മജ്ലിസുകളെയും സഹായിച്ചവർ, ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ച ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവരെയും ഹബീബായ തങ്ങളുടെ ചരത്തായി സ്വർഗീയ പൂങ്കാവനത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. മഹാന്മാരുടെ ചരിത്രം പറഞ്ഞ സദസ്സിൽ ഒന്നിനും കൊള്ളരുതാത്ത ഞങ്ങൾ നിന്നിലേക്ക് മഹാന്മാരെ തവസ്സുലാക്കി ഇരു കരങ്ങളും നീട്ടി യാചിക്കുന്നു റബ്ബേ. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഇന്ത്യ രാജ്യത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി വന്നെത്തിയ മഹാനായ ഖാജാ തങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ച ഈ മഹത്തായ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ളതും ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഉതകുന്നതും മുത്തുനബിയുടെ ചാരത്ത് സ്വർഗത്തിൽ ഇടം കിട്ടാൻ കാരണമാകുന്നതും അങ്ങകലെ മദീന മുനവ്വറയിൽ നിന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് കൺകുളിർത്ത് ഹമിദുള്ള പറയുന്ന സദസ്സായി നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ജാതിമത ഭേദ്യമന്യേ പല നിലക്കും സഹായിച്ചിട്ടുണ്ട്, പല സാധനങ്ങളും നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ജീരണിക്കാവശ്യമായ ഇറച്ചിയും മുളകും മറ്റ് കാര്യങ്ങളുമൊക്കെ നൽകിയിട്ട് ഇതര മഹസ്ഥരും ഈ മഹത്തായ പരിപാടിയിൽ അവരും ഒത്തുചേർന്നിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെയും ഹിദായത്തിന്റെ വെളിച്ചം നീ നൽകണം റഹ്മാനെ. ഹിദായത്തിന്റെ വെളിച്ചം നീ നൽകണം റഹ്മാനെ. ഹിദായത്തിന്റെ വെളിച്ചം നീ നൽകണം റഹ്മാനെ.
ഇന്ത്യ രാജ്യമെന്നുള്ളത് ഒരു പൂന്തോട്ടമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എല്ലാ മതസ്ഥരുമുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഈ സുന്ദരമായ വിവിധ മതങ്ങളാൽ ഉതങ്ങുന്ന, വിവിധ മതങ്ങളാൽ ഒത്തുചേരുന്ന പൂന്തോട്ടമാകുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മതേതര സ്വഭാവം ഖിയാമ ദിവസം വരെ നീ നിലനിർത്തി തരണം റഹ്മാനെ, നീ നിലനിർത്തി തരണം റഹ്മാനെ. ഈ ഉമ്മത്തിന്റെ ഐക്യം നീ നിലനിർത്തണം റഹ്മാനെ, ഈ ഉമ്മത്തിന്റെ ഐക്യം നീ നിലനിർത്തണം റഹ്മാനെ. എല്ലാ മതസ്ഥരുമായി സൗഹാർദ്ദത്തിൽ ജീവിക്കാറുള്ള വിശേഷം നീ നൽകണം റഹ്മാനെ. അർഹമർ റഹീമീനായ അല്ലാഹ്, നീ ഞങ്ങൾക്കുള്ള മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ളതായി സ്വീകരിക്കണം റഹ്മാനെ, ദുആക്ക് ഇജാബത്തുള്ളതായി സ്വീകരിക്കണം റഹ്മാനെ. അവസാന മരണസമയം കമിലായ ഈമാനോടെ നീ ഞങ്ങളെ ഈ ലോകത്തിൽ നിന്ന് നീ ഞങ്ങളെ വിട പറയിപ്പിക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലും അതുപോലെ തന്നെ മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്തും ഇവിടെ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നീ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ മിസ്ല സവാബ് ഈ മഹത്തായ വേദിയിൽ നിന്ന് ഞങ്ങളുടെ ചങ്കിലെ ചോരയായ ഹബീബിൻ്റെ ഹബീബായ ചങ്കിലെ ചോരയായ ജീവന്റെ തുടിപ്പായ കരളിൻ്റെ കാതലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് സന്തോഷമുള്ള ഹദിയയായി നീ എത്തിക്കണം റഹ്മാനെ, നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തെ സന്നിധിയിലെത്താനും അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. സലാത്തും സലാമും ചൊല്ലി ഞങ്ങളുടെ അമലാദികൾ പറയാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നിന്റെ കഅബാലയത്തിലേക്ക് എത്താൻ ആഗ്രഹമുണ്ട്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ആഗ്രഹമുണ്ട്. വഴികൾ നീ തുറന്നു തരണേ അല്ലാഹ്, തടസ്സങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്, നീ തടസ്സങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ. എത്രയോ പ്രായമെത്തി നിൽക്കുന്ന പെൺമക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്ന രക്ഷിതാക്കൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നീ സാലിഹീങ്ങളായ ഭർത്താക്കന്മാർക്ക് കെട്ടിച്ചയക്കാനുള്ള എല്ലാ വഴികളും നീ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണേ അല്ലാഹ്, നീ തുറന്നു തരണേ അല്ലാഹ്, നീ വഴികളൊക്കെയും നീ തുറന്നു തരണേ അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ പരീക്ഷണത്തിന് വിധേയമാക്കല്ല അല്ലാഹ്, നീ പരീക്ഷണത്തിന് വിജയമാക്കല്ലേ അല്ലാഹ്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ നിന്നിലേക്ക് ഈ സദസ്സിൽ നിന്ന് ഉയർത്തുന്ന കരങ്ങൾ ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണമായി നീ ഖായിബായി മടക്കല്ല റഹ്മാനെ. ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീൻ. ദുആ കൊണ്ട് വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയനഗര ಜನ್ನತುಲ್ ಉಲೂಮ್ ಮಸ್ಜಿದ್ ಆ್ಯಂಡ್ ಮದ್ರಸಾ ಈ ಒಂದು ಸಭಾಂಗಣದಲ್ಲಿ ನಡೆದಂತಹ 8ನೇ ವರ್ಷದ ಅಜ್ಮೀರ್ ವಾರ್ಷಿಕ ಕಾರ್ಯಕ್ರಮಕ್ಕೆ 2 ದಿನಗಳ ನಮಗೆ ಸಂಪೂರ್ಣವಾದ ಸಹಕಾರವನ್ನು ನೀಡಿದಂತಹ ಜಯನಗರ ಪರಿಸರದ ಮೈತ್ರಿ ಮಹಿಳಾ ಮಂಡಲದ ಈ ಒಂದು ಸಭಾ ವೇದಿಕೆಯನ್ನು നൽകിದ ನಮ್ಮ ಎಲ್ಲ ಆತ್ಮೀಯ ಸಹೋದರ ಬಾಂಧವರಿಗೆ ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ವಾರ್ಡಿನ ಸದಸ್ಯರಾಗಿರುವಂತಹ ಶಿಲ್ಪಾ ಸುದೇವ್ರವರು ಕೂಡ ಈ ಒಂದು ವೇದಿಕೆಯನ್ನು ನಮಗೆ ಇಲ್ಲಿ ನಿರ್ಮಾಣ ಮಾಡಲು ಸಹಕಾರ ಮಾಡಿದ್ದಾರೆ. ಅವರಿಗೆ ನಾವು ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಮುಂಭಾಗದಲ್ಲಿರುವಂತಹ ವಿಕ್ರಮ ಯುವಕ ಮಂಡಲ ಅದರ ಸದಸ್ಯರು ಮತ್ತು ಪದಾಧಿಕಾರಿಗಳು ನಮಗೆ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಮಾಡಲು ಪರಿಪೂರ್ಣವಾದ ಸಹಕಾರವನ್ನು ನೀಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಮುಂಭಾಗದಲ್ಲಿರುವ ಶ್ರೀ ಭಜನಾ
ಗಜಾನನ ಭಜನಾ ಮಂದಿರದ ಸದಸ್ಯರುಗಳು ಕೂಡ ನಮಗೆ ಸಹಕಾರವನ್ನು ನೀಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ನಾವು ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಸ್ಥಳೀಯ ನಗರ ಪಂಚಾಯತ್ ಸದಸ್ಯರಾಗಿರುವಂತಹ ಬಾಲಕೃಷ್ಣ ಭಟ್ ಕೊಡಂಕೇರಿ ರವರು ಕೂಡ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸುಮಾರು 50 ತೆಂಗಿನಕಾಯಿಯನ್ನು ನೀಡುವ ಮೂಲಕ ನಮ್ಮೊಂದಿಗೆ ಸಹಕಾರ ನೀಡಿದ್ದಾರೆ. ಅವರಿಗೂ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಸ್ಥಳೀಯ ನಿವಾಸಿಯಾಗಿರುವಂತಹ ಮಂಜುನಾಥ್ ಬಳ್ಳಾರಿ ಎಂಬುವರು 25 ತೆಂಗಿನಕಾಯಿ. ಅದೇ ರೀತಿ ನಮ್ಮ ಮೊಗರ್ಪಣೆಯ ಕರ್ನಾಟಕ ರಬ್ಬರ್ ಗಾರ್ಡನ್ ಇದರ ಮಾಲಕರಾಗಿರುವಂತಹ ಜಾರ್ಜ್ ಫರ್ನಾಂಡಿಸ್ ರವರು ಕೂಡ 50 ತೆಂಗಿನಕಾಯಿ. ಅದೇ ರೀತಿ ಸಂತೋಷ್ ಕಾವು ಇವರು ಕೂಡ 50 kg ಅಕ್ಕಿ, ಅದೇ ರೀತಿ ನಾನಾ ರೀತಿಯ ಧನ ಸಹಾಯ ಮತ್ತು ಅದೇ ರೀತಿಯ ವಸ್ತುಗಳನ್ನು ಸಹಕಾರವನ್ನು ನೀಡಿರುವಂಥ ಎಲ್ಲ ಆತ್ಮೀಯ ಸಹೋದರ ಧರ್ಮದ ಬಾಂಧವರಿಗೆ ನಾವು ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಯಶಸ್ವಿಯಾಗಿ ಸಹಕಾರವನ್ನು ನೀಡಿದ ನಮ್ಮ ಊರಿನ ವಿದೇಶದಲ್ಲಿರುವ ಊರಿನ ಮಿತ್ರರು, ಅದೇ ರೀತಿ ನಮ್ಮ ಊರಿನ ಎಲ್ಲ ಹಿರಿಯ ಕಿರಿಯ ಸಹೋದರ ಸಹೋದರಿಯರು ನಮಗೆ ಉತ್ತಮ ರೀತಿಯ ಸಹಕಾರವನ್ನು ನೀಡಿದ್ದೀರಿ. ಯಶಸ್ವಿ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡಲು ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟಿದ್ದಕ್ಕೆ ಜನ್ನಾತುಲ್ ಉಲೂಮ್ ಮಸ್ಜಿದ್ ಆ್ಯಂಡ್ ಮದ್ರಸಾ ಕಮಿಟಿ ವತಿಯಿಂದ ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸುತ್ತಿದ್ದೇವೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ 2 ದಿನಗಳ ಕಾಲ ಬಂದು ನಮ್ಮ ವೇದಿಕೆಯಲ್ಲಿ ಆಸೀನರಾಗಿ ನಮ್ಮ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ದುಆಶೀರ್ವಾದವನ್ನು ನೀಡಿದ ಸೈಯದ್ ಅವರುಗಳಿಗೂ, ಅದೇ ರೀತಿ ಧಾರ್ಮಿಕ ಪಂಡಿತರಿಗೂ, ಅದೇ ರೀತಿ ಹಿದಾಯತುಲ್ ಇಸ್ಲಾಂ ಜಮಾತ್ ಕಮಿಟಿ ಮೊಗರ್ಪಣೆ ಇದರ ಅಧ್ಯಕ್ಷರು ಮತ್ತು ಪದಾಧಿಕಾರಿಗಳು ಸರ್ವ ಸದಸ್ಯರಿಗೂ, ಅದೇ ರೀತಿ ನಮ್ಮ ಸ್ಥಳೀಯ ಗಾಂಧಿನಗರ ಜಮಾಅತ್, ಪೈಚಾರ್ ಜಮಾಅತ್, ಅದೇ ರೀತಿ ಅನ್ಸಾರಿಯ ಜಮಾಅತ್ ಇದರ ಎಲ್ಲ ಪದಾಧಿಕಾರಿಗಳಿಗೂ ಮತ್ತು ಉಸ್ತಾದರಿಗೂ ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಪರಿಪೂರ್ಣವಾದ ಸಹಕಾರವನ್ನು ನೀಡಿದವರು ನಮ್ಮ ಇದೇ ಊರಿನ ನಮ್ಮ ಯುವಕರ ತಂಡ. ನಮ್ಮ ಈ ಒಂದು ಯುವಕರ ಶಕ್ತಿಯಿಂದ ಈ ಒಂದು ಉತ್ತಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಮಾಡಲು ಯಶಸ್ವಿಯಾಗಿದೆ. ಆದ್ದರಿಂದ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಆ ಎಲ್ಲ ಯುವಕರನ್ನು ದೀನಿ ಯುವಕರನ್ನಾಗಿ ನಡೆಸಲು ಅಲ್ಲಾಹು ಸೌಭಾಗ್ಯವನ್ನು ನೀಡಲಿ ಎಂಬ ದುವಾದೊಂದಿಗೆ ಅವರಿಗೂ ಕೂಡ ಧನ್ಯವಾದವನ್ನು ಸಲ್ಲಿಸುತ್ತಾ ಇದ್ದೇವೆ. ಇದೇ ಬರುವ 12, 13, 14, 15 ಈ 4 ದಿನಗಳಲ್ಲಿ ನಮ್ಮ ಮೊಗರ್ಪಣೆಯಲ್ಲಿ ಅಂತ್ಯವಿಶ್ರಮಗೊಳ್ಳುವ ಆಗಿರುವಂತಹ ಸೈಯದ್ ಮಾಂಬಳಿ ತಂಗಳ್ ವಲಿಯುಲ್ಲಾಹಿರವರ ಉರೂಸ್ ಸಮಾರಂಭ ನಡೆಯಲಿದೆ. ಎಲ್ಲರನ್ನೂ ಕೂಡ ನಾವು ಅಲ್ಲಿಗೆ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಆ ಕಾರ್ಯಕ್ರಮವನ್ನು ಕೂಡ ನಮ್ಮೆಲ್ಲ ದೀನಿ ಸ್ನೇಹಿತರು ಯಶಸ್ವಿಗೊಳಿಸಿಕೊಡಬೇಕೆಂದು ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಸುಳ್ಯ ತಾಲೂಕು ಮಟ್ಟದ ಹಾಗೂ ರಾಜ್ಯ ಮಟ್ಟದ ದಪ್ ಸ್ಪರ್ಧೆ 2025 ಸಂಪಾಜೆಯ ಸಜ್ಜನ ಸಭಾಭವನ ಗೂನಡ್ಕದಲ್ಲಿ ಜನವರಿ 5ರಂದು ನಡೆಯಲಿದೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೂ ಕೂಡ ತಮ್ಮೆಲ್ಲರನ್ನು ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ 17, 18, 19, 20, 21 ಈ 5 ದಿನಗಳಲ್ಲಿ ಅಜ್ಜಾವರ ಮೇನಾಲ ಮುಕಾಮ್ ಶರೀಫಿನಲ್ಲಿ ಉರೂಸ್ ಸಮಾರಂಭ ನಡೆಯಲಿದೆ. ಅದೇ ರೀತಿ ಮಾಪಲಡ್ಕ ಮುಕಾಮ್ ಶರೀಫಿನಲ್ಲಿಯೂ ಕೂಡ ಉರೂಸ್ ಸಮಾರಂಭ ನಡೆಯಲಿದೆ. ಎಲ್ಲವ ದೀನಿ ಸ್ನೇಹಿಗಳನ್ನು ಪರಿಪೂರ್ಣವಾಗಿ ಅಲ್ಲಿಗೆ ನಾವು ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೇವೆ. ಎಲ್ಲವರಿಗೂ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.